ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ അത് ഒരു ചാരിറ്റി പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നത്. അതിന്റെ വരുമാനം രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം, ചെറിയ വരുമാനമാണ്. നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് 5 രൂപ ഈ അഡ്മിഷൻ OP ടിക്കറ്റിന് 5 രൂപ ഈടാക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ പ്രക്ഷോഭം അവിടെ ഉയർന്നു വന്നു. ഇപ്പൊ 5 രൂപ നോട്ട് കിട്ടാനുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ 5 രൂപയുണ്ടോ? 5 രൂപ തീരുമാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ 5 രൂപ തീരുമാനിക്കരുത്, മിനിമം 10 രൂപ തീരുമാനിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ 5 രൂപ തീരുമാനിച്ചാൽ 5 രൂപ നോട്ട് കിട്ടാനില്ല. അതുകൊണ്ട് 10 രൂപ തീരുമാനിക്കണം. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 രൂപ തീരുമാനിച്ചത്. 5 രൂപ നോട്ടില്ലാത്തത് കൊണ്ടും 5 രൂപയുടെ നാണയം യഥേഷ്ടം കിട്ടാത്തത് കൊണ്ടുമാണ് ആ OP ടിക്കറ്റിന് 10 രൂപ തീരുമാനിച്ചത്. കോൺഗ്രസ്സുകാർ വലിയ സമരമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ സമാഹരിക്കുന്നതായിട്ടുള്ള, അങ്ങനെ പിരിക്കുന്നതായിട്ടുള്ള ചെറിയ പൈസ, 10 രൂപ പ്രകാരം പിരിക്കുന്നതായിട്ടുള്ള ചെറിയ പൈസ, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട്, അതിന്റെ ഭാഗമായിട്ട് ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ നൽകുന്നതിന്റെ ഭാഗമായി കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള വരുമാനം, ഈ വരുമാനമാണ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത്. സർക്കാർ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആ തുക വെച്ചുകൊണ്ട് ആ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം ആളുകളെ നിയമിക്കണം. സത്യത്തിൽ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പല ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ നിലച്ചു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം എനിക്ക് പറയാൻ സാധിക്കും. അവിടെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന 100 കണക്കായിട്ടുള്ള ജീവനക്കാരും ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരു ദിവസം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് വാസ്തവമാണ്, വെറുതെ പറയുന്നൊരു കാര്യമല്ല. അത്രയേറെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ കീഴിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതൊരു സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് ആരുടെയെങ്കിലും തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നതല്ല. ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്നുണ്ടെങ്കിൽ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. SIT ഹോസ്പിറ്റലിലെ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ്. MLAയും ജനപ്രതിനിധികളും എല്ലാം ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. വളരെ സുതാര്യമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ ഹോസ്പിറ്റൽ നന്നായിട്ട് നടത്താൻ, അവിടുത്തെ സെക്യൂരിറ്റി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ, അതുപോലുള്ള അവിടുത്തെ ക്ലീനിങ്, ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആരാണ്? ഈ മെഡിക്കൽ കോളേജ് ഇങ്ങനെ ക്ലീനിങ് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നതിന്റെ പിന്നിലെ ഈ പ്രേരക ശക്തി ആരാ? അത് യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി നിശ്ചയിച്ച് ജോലി കൊടുത്ത് നിസ്സാരമായിട്ടുള്ള, വളരെ നിസ്സാരമായിട്ടുള്ള ശമ്പളത്തിന് ജോലി ചെയ്യുന്നതായിട്ടുള്ള പാവപ്പെട്ട ക്ലീനിങ് തൊഴിലാളികളാണ് ആ ആശുപത്രിയെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത്. അവരില്ലെങ്കിൽ ആ ആശുപത്രിയുടെ സ്ഥിതി പരമദയനീയം. ഒരു 5 ദിവസം അവരില്ലായിരുന്നാൽ മതി. 5 ദിവസം ഇല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ച് ഒരുപാട് കഥകൾ മാധ്യമങ്ങൾക്ക് എഴുതാനായിട്ടുള്ള സൗകര്യം